അതെ, നമുക്ക് സിമ്പിളായിട്ടൊരു കുടംപുളിയിട്ട മീൻ കറി ഉണ്ടാക്കാം. എളുപ്പമാണ്. ആദ്യം നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കുക. ചൂടായി കഴിയുമ്പോഴത്തേക്കിനും ഉലുവ പൊട്ടിക്കുന്നവരുണ്ട്. ഉലുവ ഞാൻ പൊട്ടിക്കാത്തത് എനിക്ക് ഉലുവ കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പകരം ഉലുവ പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിക്ക് അളവ് കൂടുതലെന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 6 മുതൽ 7 വെളുത്തുള്ളിയും കൂടെ മൂപ്പിക്കാൻ എടുക്കുക. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ നല്ല മുളക് പൊടി, സാദാ മുളക് പൊടി എരിവുള്ളത്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവ കായമില്ല കേട്ടോ, ഉലുവയാണ്, ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടി ഉലുവ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുടംപുളി വെള്ളം ഒഴിക്കണം. കുടംപുളി വെള്ളം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിനകത്ത് കുടംപുളി, ഒരു 2 അല്ലി കുടംപുളി ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതൊന്ന് നല്ലപോലെ സോക്കായി കിട്ടും. ആ വെള്ളത്തിലേക്കും പുളി ഇറങ്ങും. അത് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം എടുക്കുക. ഗ്രേവി എന്തേരെയാണോ വേണ്ടത് അതെടുക്കണം. ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി കൂടിപ്പോയാലും കുഴപ്പമില്ല, ഒന്ന് തുറന്ന് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി. വെള്ളമെല്ലാം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും വേണം നമുക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട്. പൊടി മൂപ്പിക്കുമ്പോൾ ഉപ്പിടാൻ നിൽക്കേണ്ട, വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പിട്ടാൽ മതി. ഒരു ടീസ്പൂണോളം ഉപ്പ് ഇപ്പം ഇടണം. പിന്നെ മീൻ ചേർത്ത് തിളപ്പിച്ച് കഴിയുമ്പോൾ ഉപ്പ് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞ് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല വന്നു കഴിയുമ്പോഴത്തേക്കിനും വേണം നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. മീനിട്ട് ഒരു പിടി കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിൽ അടച്ച് വെച്ച് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും തുറന്നതിന് ശേഷം നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇടുക. ഒരുപാട് വാരി ഇടരുത്, കാരണം ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേ ഇതിൻ്റെ ഉപ്പൊക്കെ പിടിച്ച് കറക്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊരു 1/2 ടീസ്പൂണും കൂടെ പിന്നെ ഉപ്പിടാൻ പാടുള്ളൂ. പിന്നീട് ഇത് തുറന്ന് വെച്ച് ഒരു 4 മിനിറ്റ് 5 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതി. ആദ്യം നിങ്ങളിത് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ കുടംപുളിയുടെ ഒരു കമർപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കോളും. ഞാൻ ആദ്യം ഓർത്ത കുളവായെന്നാണ്, പക്ഷേ എന്നിട്ട് കുടംപുളിയൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യേണ്ട, കുടംപുളി കറക്റ്റാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ കുടംപുളിയുടെ ആ കമർപ്പ് മാറിക്കിട്ടും തിളപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കിനും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് ഇത് തവി വെച്ചോ ഒന്നും ഇളക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് അടച്ച് വെച്ച് അടുത്ത ദിവസം എടുക്കുന്നതാണ് ബെറ്റർ. നല്ല അടിപൊളി മീൻകറി റെഡിയായി കിട്ടും. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്